ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല പെരുമഴയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. നല്ല ക്ലൈമറ്റ്, കുറേ ദിവസങ്ങളായി മഴയൊക്കെ ഒന്ന് പെയ്തിട്ട്. വെയിലെന്ന് വെച്ചാൽ മൊട്ട വെയിലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ അതുകൊണ്ട് എഴുന്നേക്കാനും വൈകി. മൂടി പൊളിച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമുള്ള സമയമാണ്. ബട്ട് നമുക്ക് പിള്ളേരെ സ്കൂളിൽ വരണം. നമുക്ക് വേഗം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് 6:30 ആയിട്ടോ. ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും ആടി വന്നപ്പോൾ ഒരു സമയമായി. എന്നിട്ട് ആദ്യം തന്നെ കട്ടൻ കാപ്പി വെച്ചു. അല്ലെങ്കിൽ ഡാഡി, ഞാൻ വെക്കാത്ത ദിവസം ഡാഡി നേരത്തെ എഴുന്നേറ്റ് വരും കേട്ടോ. ആദ്യം അത് വെച്ച് വെക്കും. ഞാൻ ഈ വരുന്ന കൂട്ടത്തിൽ തന്നെ ലഞ്ച് ബാഗും അവരുടെ സ്കൂൾ ബാഗും ഒക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇന്ന് രാവിലെ ബ്രെഡാണ് പറഞ്ഞിരുന്നത്, ബ്രെഡും മുട്ടയും. പക്ഷേ മുട്ട വാങ്ങിക്കുമ്പോൾ നല്ല മഴയാണ്. നോക്കട്ടെ, നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൽ ഒരു ചിക്കൻ കറി പോലത്തെ പൊട്ടക്കറ്റോ കറി വെക്കുന്നുണ്ട്, ചായ വെക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചന് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തു വിടാനാണ് കേട്ടോ. അവൻ ഈ ബ്രെഡും ജാമും സാധനങ്ങളൊന്നും അത്ര താല്പര്യമില്ല. ബ്രെഡ് ഇങ്ങനെ പച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് മുരിച്ചു കൊടുത്താൽ കഴിക്കും. പക്ഷെ ഇത് അവിടെ ചെല്ലുമ്പോഴത്തേനും തണുത്ത് പോകില്ല. ഞാൻ വിചാരിച്ചു കൊഴുക്കട്ടയാകുമ്പോൾ അവന് ഇഷ്ടമാണ്. തോമോനും പാച്ചുവിനും ഇഷ്ടമില്ല. അവന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതിന് വെള്ളം തേച്ചിട്ടുണ്ട്. അവരുടെ വെള്ളമുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അങ്ങനെയൊക്കെ തോമോനും ചാക്കുച്ചനും ഫുഡ് റെഡി. വേഗം പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 7:45 ഞാൻ അടുക്കള വേഗം ക്ലീൻ ചെയ്തു കേട്ടോ. ഇനിയും തോമുനെ എണ്ണിപ്പിക്കണം, കുളിപ്പിക്കണം, സെറ്റാക്കണം, ചാക്കോച്ചനെ കുളിപ്പിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൊട്ടറ്റോ കറി. പണ്ടത്തെ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെല്ലുന്നതിന് മുമ്പ് ചാക്കോയും കൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ചാക്കോയ്ക്ക് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചത് കൊടുത്തു. അപ്പോൾ ദേ തോമുവിൻ്റെ നിക്കറിക്കോ ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ ഡിമ്പിളും ചാക്കോയും ഫുൾ ടൈം അടിയാണ് കേട്ടോ. പക്ഷേ ഓച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോമുമായിട്ട് അടി വെക്കുമ്പം പറയും എൻ്റെ ഓച്ചു, അപ്പോൾ അവൻ പറയും എൻ്റെ ഡാഡി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഡാഡി വന്ന് നോക്കുകയാണ് എന്താ കഴിക്കാനെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം ഒരുങ്ങി. ഇതിനിടയ്ക്ക് തോമു പോയി, ഡോൺ ചേട്ടൻ പോയി. അപ്പോഴത്തേനും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. ഞാനും ഡിമ്പിളും കൂടെ ഇന്ന് അന്തോണീസ് പുണ്യാളച്ചന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അതായത് എല്ലാ ചൊവ്വാഴ്ചകളിലും കുർബാനയ്ക്ക്. കാരണം എനിക്കിപ്പം ചാക്കോയും കൂടെ സ്കൂളിൽ പോയി തുടങ്ങിയതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് പോകാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും ഡിമ്പിളും ഒരു കാര്യം തീരുമാനിച്ചു. ഇനി തൊട്ട് പറ്റുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും പുണ്യാളൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് നോവേനയും കുർബാനയും കൂടിയിട്ട് വരാമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഊബർ പിടിച്ചിട്ട് നേരെ ഫസ്റ്റ് സ്കൂളിലാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പോൾ ആദ്യം പാച്ചു വന്നു, പിന്നെ ചാക്കോച്ചൻ വന്നു. അങ്ങനെ അപ്പോൾ അതേ പിള്ളേരൊക്കെ വാനിൽ പോകാനുള്ളവരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ റീമോൾ മാം വന്നിട്ടുണ്ട് പാച്ചുവിനെയും കൊണ്ട്. അപ്പം വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഡിമ്പിൾ ചോദിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. റീമോൾ മാം ഒക്കെ സ്ട്രിക്റ്റായിട്ട് കഴിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്ത് സാധനമായാലും അത് കഴിക്കുക എന്നുള്ളത്. ചാക്കോച്ചൻ്റെ മാമിൻ്റെ കൈയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഉള്ള കരച്ചിലേ ഉള്ളൂ എന്ന് മാം പറഞ്ഞു. ഇപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ എന്താ, നേരെ വീട്ടിൽ പോവുക. എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ. വെയിലത്ത് പോയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നാളെ ഹോസ്പിറ്റലിലും പോകണം. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ആയിരിക്കാം തലവേദനയായിട്ട് എനിക്ക് ചുറ്റും വരുന്നത്. അപ്പോൾ ഡോൺ ചേട്ടനും നാളെ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഡോൺ ചേട്ടനും കൺസൾട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ബി.പിയും പ്രഷറൊക്കെ നോക്കിയിട്ട് കൺസൾട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ഊബറുകാരനെ വിടുകയാണ്. അപ്പോൾ ചാക്കോ തോമു നമ്മുടെ പാച്ചുക്കുട്ടൻ വരാണ്ട് വരില്ല. സോ പാച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിമല്ല കുറച്ച് സാധനങ്ങൾ പിള്ളേർക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സാരിയുടെ കുറച്ച് പാക്കേജസ് വന്നിട്ടുണ്ടായിരുന്നു. ദേ നല്ല അടിപൊളി സാരികൾ, സോഫ്റ്റ് സിൽക്ക് സാരീസ് പല കോൺട്രാസ്റ്റിൽ, കോപ്പറിലും ഗോൾഡിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മുന്താണിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ
അപ്പം മമ്മി എന്നെ താഴേന്ന് വിളിക്കുന്നതാണ് കേട്ടോ ചാക്കോച്ചനെ പറ്റിക്കാനായിട്ട്, ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ ഇതേ നല്ല മുന്താണിയും ബ്ലൗസും ഒക്കെ വരുന്നുണ്ട്. അറ്റത്ത് നമ്മുടെ കുഞ്ചലം പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ കുറച്ച് കളർ ഷെയ്ഡ്സ് ഉണ്ട്, ഗ്രീന് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് കളറ് എത്രത്തോളം ഈ വീഡിയോയിൽ മനസ്സിലാവും എന്നറിയില്ല. ഇത് ഗ്രീനാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ്. മുന്താണിയാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ, കയ്യിൽ മാത്രം വർക്കായിട്ട്. കാരണം ബോഡി ഫുള്ള് നല്ല അപ്പം ഇടയ്ക്ക് വെച്ച് വോയിസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, എന്നെ കാണാണ്ടായപ്പം ചാക്കോ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പം മമ്മി ഗേറ്റ് തുറന്നു വിട്ടപ്പോഴത്തേക്കിനും മുകളിലോട്ട് കയറി വന്ന് സ്റ്റെപ്പിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇത് നിർത്തേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെയും വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഡോൺ ചാട്ടൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റായി, 9:30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. റൂം അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങി. ഒരു 8 മണി തൊട്ടേ ആൾ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനും മിണ്ടാൻ നിന്നില്ല, വേഗം ഭക്ഷണം കൊടുത്തിട്ട് ഉറക്കി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സാരീസാണ്, സോഫ്റ്റ് സിൽക്സ് ഉണ്ട്. നല്ല ഈ ഒരു സാരിയാണ് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള സാരിയാണ്. നിങ്ങൾ കടയിലൊക്കെ പോയാൽ നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും, പക്ഷെ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തരുന്നത് കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്, പിങ്ക് അവൈലബിൾ ആണ്. പിങ്കും ബ്ലൂ ആണ് കേട്ടോ. ഇത് ബ്ലൂ ആണ്, ശരിക്കും സ്കൈ ബ്ലൂ ആണ്. പിന്നെ ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സാരിയാണ്. ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വിതിൻ 2-3 മാക്സിമം 4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട. നല്ല അടിപൊളി സാരീസ്. ഇനിയിപ്പോൾ കല്യാണം അതൊക്കെ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും പരിപാടി വരുന്നുണ്ടെങ്കിൽ വേഗം സ്റ്റോക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മുന്താണി കാണിക്കുന്ന കാര്യം, അല്ലെങ്കിൽ കുറച്ച് പേര് ചോദിക്കും മുന്താണി കാണിക്കുമോ ബ്ലൗസ് പീസ് കാണിക്കുമോ എന്നുള്ളത്. നമ്മൾ തുറന്ന് നോക്കിയ വഴിക്ക് തന്നെ ഞാൻ ഇന്ന് എടുത്തു. അല്ലെങ്കിൽ നമ്മൾ വൺസ് ആ മടക്ക് പോയാൽ പിന്നെ അത് മടക്കി എടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഫ്രഷ് ആയിരിക്കുമ്പോൾ നമുക്ക് ആവേശം കൂടുന്ന ഭദ്രമായിട്ട് മടക്കി വെക്കാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ അതേ നല്ല അടിപൊളി കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. എന്താ പറയുക, നവരാത്രിയും ദീപാവലിയും ഒക്കെ വരുന്നുണ്ട്. വേഗം ഓർഡർ ചെയ്താൽ സമയത്ത് കൈ കെട്ടി ഉടുത്ത് അടിച്ച് പൊളിക്കാം കേട്ടോ. ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ ഒരു താമസമേ വരുള്ളൂ. ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. മറ്റേ വയലറ്റ് കളറൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൽ നിന്ന് ഞാനും 2-3 സാരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ വരുന്ന സാരിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഓരോ സാരിയുടെയും ഫോട്ടോസാണ്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം എനിക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഈ സാരിയുടെ മുന്താണിയും ബ്ലൗസ് പീസും ഒക്കെ വരുന്നത്. ഇതുണ്ട്, ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡിംപിൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ നിങ്ങൾക്ക് ഓർണമെൻറ്റ്സോ ഫുഡ് ഐറ്റംസോ കേക്കൊക്കെ തൃശ്ശൂരാണല്ലോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ, ഡ്രസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ദൂരത്താണെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം, സന്തോഷം പങ്കിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന സന്തോഷത്തിലൊന്നാണത് അല്ലേ. ദൂരെയാണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള പോലെ. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമായിരിക്കും, കാരണം ഇന്ന് എനിക്ക് ഒട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നാളത്തെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷനാകാം, മേ ബി, പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ, ഇതൊന്നും മിസ്സാക്കണ്ട. കാരണം എല്ലാം അടിപൊളി സാരീസാണ് കേട്ടോ. ഞങ്ങൾക്കിനി സാരി ഉടുക്കാനുള്ള ഒക്കേഷൻ ഇല്ലെങ്കിലും ഞങ്ങൾ എടുത്തു വെച്ചു. കാരണം അപ്പം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ സാരി ഒന്നും കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. അതായത് സീസണിൽ വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ. പിന്നെ കാഞ്ചീപുരം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു, ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസാണ് കേട്ടോ. പിന്നെന്താ, പതിവ് പോലെ തോമുന് ട്യൂഷൻ എടുക്കുക, ട്യൂഷനല്ലല്ലോ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക, അതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇന്ന് 7ഉം ലെറ്റർ എസ്സും ആയിരുന്നു എഴുതാനുള്ളത്.
അപ്പോൾ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർബന്ധിച്ച് വലിച്ചാൽ വരില്ല. അവനായിട്ട് ഞാൻ ചോദിക്കും ഹോംവർക്ക് ചെയ്താലോ, ആ ചെയ്യാം അമ്മ എന്ന് പറയുമ്പോൾ ചെയ്യിപ്പിക്കും. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും അത് ഡിംപിളിന്ന് വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലും നാടൻ ഭക്ഷണമാണല്ലോ. അപ്പോൾ ഡിംപിളിന്നൊരു വെറൈറ്റിക്ക് കുറേ ദിവസമായി ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റേ മാഷ്ഡ് പൊട്ടറ്റോയും നമ്മുടെ ചീസി ഗാർലിക് കേക്കും ഗാർലിക് റൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. കുറേ നാളായി ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട്. പക്ഷേ പതിവ് പോലെ ചാക്കോ സമ്മതിച്ചില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് പറയണമല്ലോ. അങ്ങനെ ദേ ഡോൺ മോൻ വന്നിരിക്കുന്നുണ്ട്. ഡോൺ മോൻ എന്താ പറയുക, ഇങ്ങനെ നടക്കുകയാണ് കാറ്റത്തഴിച്ചു വിട്ട പട്ടത്തിനെ പോലെ. അപ്പോൾ ഡാഡിക്ക് സത്യം പറഞ്ഞാൽ മഞ്ഞ വെള്ള കറികളൊന്നും വലിയ താല്പര്യമില്ല. അതാണ് ആ മുഖം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എക്സ്പ്രഷൻ എനിക്ക് എന്തെങ്കിലും തായോ ഞാൻ പൊക്കോളാം. അപ്പം സാരിയുടെ ഫോട്ടോസും വീഡിയോസും കണ്ടല്ലോ. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ. ആ സാരിയുടെ സെഗ്മെൻറ്റിൽ ഞാൻ നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് അടക്കം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.